ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം റെമഡിയാണ്. ഇപ്പം നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺ ടാൻ അല്ലെങ്കിൽ കരിവാളിപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് സൺ ടാൻ നമുക്ക് നമ്മുടെ ഫേസിൽ വരാം, നെക്കിൽ വരാം, കൈകളിൽ വരാം, ഒക്കെ നമുക്ക് സൺ ടാൻ വരാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം ചെറിയ 2 സ്റ്റെപ്പിലൂടെ. ഓക്കെ, എന്നാൽ നമ്മുടെ കിച്ചണിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളുമാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അടിപൊളി റിസൾട്ടുമാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്ന ഒരു റെമഡി കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒക്കെ വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ പോയിട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടാനൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ആ ഒരു ടാൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ നിരന്തരം ഇങ്ങനെ വെയിലടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടാനിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ അറിയത്തില്ല, വീഡിയോസ് ഇങ്ങനെ മിസ്സാവും. ഓക്കെ, അപ്പോൾ അത് കാരണം ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അടുക്കളയിലോട്ട് കയറുക. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? തക്കാളി എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, കാരണം നമ്മൾ കറികളൊക്കെ വയ്ക്കാൻ എന്തായാലും തക്കാളി ആവശ്യമാണ്. അപ്പം അമ്മമാർക്കൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എടുക്കുക. അതെല്ലാം നിങ്ങൾ തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പം അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചിട്ടൊന്നും എടുക്കുക കേട്ടോ. അപ്പോൾ അതേ കാരണം ഇപ്പോൾ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഒരു തക്കാളിയുടെ ഒരു ചെറിയ പീസ് പോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു പകുതി പോർഷൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, ഈ തക്കാളി വെച്ചിട്ട് ആദ്യം നമ്മുടെ ഫേസിൽ നല്ലപോലെ അങ്ങോട്ട് മസാജ് ചെയ്തെടുക്കുക. നമുക്ക് എവിടെയൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫേസിൽ, നെക്കിൽ, കൈകളിൽ ഒക്കെ നമുക്കിത് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ആദ്യം. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലീനപ്പ് പോലെ വേണമെന്നുണ്ടെങ്കിൽ, ക്ലീനപ്പ് നമുക്ക് എന്നും ചെയ്യാൻ പറ്റത്തില്ല, അതായത് ഒരു സ്ക്രബ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അതൊന്നുമില്ല, ജസ്റ്റ് ഒരു തക്കാളി എടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ട് നല്ലപോലെ ഫേസും നെക്ക് കൈകളും ഒക്കെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഈസി അല്ലേ? ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഈ തക്കാളി നമുക്കിപ്പോൾ സൺ ടാൻ എന്ന് കേട്ടാൽ തന്നെ ആദ്യം നമ്മൾ തക്കാളിയുടെ കാര്യമാണ് ഓർക്കുന്നത്. കാരണം സൺ ടാൻ മാറ്റാൻ ഏറ്റവും നല്ല സാധനമാണ് തക്കാളി. അപ്പോൾ ഇതിൽ വൈറ്റമിൻ സി നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും. അതുപോലെ തന്നെ ഇതിനൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ആമക്കി പിടിച്ചല്ല, നന്നായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ആ നീരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. ഇനി ടൊമാറ്റോ സ്കിന്നിന് സ്യൂട്ടാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്കറിയത്തില്ല, മിക്കവാറും എല്ലാ സ്കിന്നിനും സ്യൂട്ടാവും. ഇനി കുറച്ച് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഇത് സ്യൂട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കറ്റാർവാഴ എടുക്കാവുന്നതാണ്. കറ്റാർവാഴയുടെ ഒരു ജെല്ലുണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. പിന്നെ ഓറഞ്ചും നല്ലതാണ്. അതിപ്പോൾ എല്ലാവരുടെയും സ്കിന്നിന് സ്യൂട്ടാവത്തില്ല. പിന്നെ ഉള്ളത് ലെമൺ നമുക്കിങ്ങനെ ഡയറക്റ്റ് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം കുറച്ചുകൂടെ നല്ലത് തക്കാളി തന്നെയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കയ്യിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ ഹോം റെമഡിയാണെന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നല്ല റിസൾട്ട് തരുന്ന സാധനങ്ങളാണ്. ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് എത്ര രൂപ ചിലവാക്കിയിട്ടാണ് ഇതുപോലത്തെ ഓരോ ക്ലീനപ്പ്
ഫേഷ്യലും ഒക്കെ ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഹോം റെമഡി കൊണ്ട് നമുക്ക് അതേ റിസൾട്ടിൽ തന്നെ നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിനൊക്കെ ഒരു മനസ്സും ഇതിന് ചിലവാക്കാനുള്ള സമയവും ഒക്കെ വേണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ പലർക്കും മടിയായത് കാരണം ചെയ്യാറില്ല, എനിക്കറിയാം. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി ഇതുപോലെ ഫേസിലും കയ്യിലും കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാക്ക് കൂടെ ഇടാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ രണ്ടാമത് ഇടാൻ പോകുന്ന പാക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഈ ഒരു പാക്കിന് ആവശ്യമായിട്ട് വേണ്ടുന്നത് ഫസ്റ്റ് ചോറാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ചോറ്, വേവിച്ച ചോറ്. ഏത് റൈസിലാണോ നിങ്ങൾ ചോറ് വെക്കുന്നത് അത് ഏതായാലും എടുക്കാം. അതൊരു 1-2 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടുന്നത് തക്കാളിയുടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ ഫേസിൽ മസാജ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഒരു ചെറിയ പീസ് തക്കാളി. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ. അപ്പോൾ അത് ഒരു ചെറിയ പീസ് അതുകൂടെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് തൈരാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഈ തൈര് സ്കിന്നിന് സ്യൂട്ട് ആകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരിന് പകരം മിൽക്ക് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെൽ എടുക്കാം. അതും അല്ലെങ്കിൽ തേൻ എടുക്കാം. ഇത്രയും മതി. ഇതൊക്കെയാണ് ചോറ്, പിന്നെ തക്കാളിയുടെ ഒരു ചെറിയ പീസ്, പൊട്ടറ്റോയുടെ ഒരു ചെറിയ പീസ്, പിന്നെ കുറച്ച് തൈര്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ പാക്ക്. ഇത് നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ പൊട്ടറ്റോ ഈ പറഞ്ഞ പോലെ തന്നെ ടാൻ മാറാനായിട്ട് അടിപൊളിയാണ്. നല്ല ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് അടിപൊളി സാധനമാണ്. തൈരും ഈ പറഞ്ഞ പോലെ തന്നെ സൺ ടാൻ മാറാനായിട്ട് നല്ലതാണ്. പിന്നെന്താണ്, നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ റൈസ് ആൻറ്റി ഏജിങ് ആണ്. സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചോറ്, വേവിച്ച റൈസ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് ചേരാത്ത ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട്, ഞാനിപ്പോൾ പറഞ്ഞില്ല അതിന് പകരമായിട്ട് ഇന്നത് യൂസ് ചെയ്യണം, അത് ചേർത്തിട്ട് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക ഈ പാക്കിലേക്ക്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ടൊമാറ്റോ അപ്ലൈ ചെയ്തെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്, നമ്മുടെ സ്കിന്നിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനത് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പം തന്നെ സ്കിൻ ഒന്നുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ കൈ ആണെങ്കിലും നേരത്തെ എൻ്റെ കൈ കുറേ കൂടെ ടാനായിട്ടൊക്കെ ഇരുന്നല്ലേ. അപ്പോൾ കുറേ കൂടെ ആ ഒരു ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഇങ്ങനെ മസാജ് ചെയ്ത് അത് വാഷ് ചെയ്തപ്പോഴത്തേക്കും സ്കിന്ന് ഒന്നിങ്ങനെ ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സ്കിന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ നല്ലൊരു ഗ്ലോ, ഒരു തിളക്കം കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള സ്കിന്നിൻ്റെ ചേഞ്ചാണിത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ അതെ, ഞാനിവിടെ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനൊരു ബ്രഷ് കൊണ്ട് നമുക്ക് കൈ വെച്ച് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതുകൂടെ കഴിയുമ്പോഴാണ് നമുക്ക് ആ മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റും. നിങ്ങൾക്കിതൊരു ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം കേട്ടോ. നെക്കിലും ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ പാക്ക്. അപ്പോൾ അതെ, ഞാൻ ഫേസിലും നെക്കിലും അതുപോലെ കൈകളിലും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. പിന്നെ ഇത് ഉണങ്ങി തുടങ്ങിയാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. സ്കിന്നിങ്ങനെ വലിയാൻ പാടില്ല. സ്കിന്ന് വലിഞ്ഞാൽ റിങ്കിൾസ് ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇതെന്നല്ല, ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മളത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ പിന്നെ സംസാരിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആകാനുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, നെക്കിൻ്റെ ഇവിടെ, കൈകളിലേക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 20 മിനിറ്റ്സ് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതേ വാഷ് ചെയ്തു. കണ്ടോ, സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായി. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇപ്പോൾ കൈകളൊക്കെ കണ്ടോ, ടാനൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അടിപൊളി അമേസിങ് റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഇത്രയും നല്ല റിസൾട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ നമുക്ക് വെയിലത്തൊക്കെ പോയിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ ടാൻ അടിച്ചിരിക്കുവാണെങ്കിൽ ഇത് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നല്ല ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ കൈകളിലെയും ഫേസിലെയും ഒക്കെ ആ ഒരു ടാൻ മാറ്റാനായിട്ട് ഇത് ചെയ്ത് നോക്കിയാൽ മതി. അമേസിങ് റിസൾട്ടാണ്. പിന്നെ നിങ്ങളിത് വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട്
വാഷ് ചെയ്യണം കേട്ടോ. ഒന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് കൈ ഒന്ന് നനച്ചിട്ട് ഒന്നിങ്ങനെ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയുക. ഓക്കെ, അപ്പോൾ കൈകളിലും അതുപോലെ തന്നെ മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു റെമഡി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.